Hi, hello, my dear students. We are starting the part 2 class Basic Economic Problems and the Economy, Chapter 4. Okay, നമ്മുടെ ചാപ്റ്റർ 4 നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് നമുക്ക് തന്നിരിക്കുന്ന സ്കീം ഓഫ് വർക്കിൽ വരുന്നതാണ്. നമ്മുടെ എക്സാമിന് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദി ഇക്കോണമി എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് നമ്മൾ കണ്ടു. കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ കണ്ടു വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതിലെ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസിൽ നമ്മൾ എന്താണ് കണ്ടത്? ഹൗ ടു പ്രൊഡ്യൂസ് മീൻസ് വി ഹാവ് ടു ചൂസ് ദ ടെക്നോളജി. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതിനകത്ത് നമ്മൾ ഡിസൈഡ് ചെയ്തു അല്ലേ? വാട്ട് ഓൾ തിങ്സ് ഹാവ് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി, വിച്ച് ആർ ദ ഫാക്ടറീസ് വി ഹാവ് ടു സ്റ്റാർട്ട് ആൻഡ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്ട്സ്. ഇതെല്ലാം നമ്മൾ എന്തിൻ്റെ ബേസിലാണ് നിൽക്കുന്നത്? അവൈലബിൾ റിസോഴ്സസ് നോക്കിയിട്ട് ഓരോ രാജ്യവും വാട്ട് ടു പ്രൊഡ്യൂസിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നു. അതാണ് ഫസ്റ്റ്. സെക്കൻഡ്, ഹൗ ടു പ്രൊഡ്യൂസ്. അതിനകത്ത് എന്താണ് വരുന്നത്? വി ഹാവ് ടു ചൂസ് ദ ടെക്നോളജി. വിച്ച് ആർ ദ ടു ടെക്നോളജീസ്? ദർ ആർ ടു ടൈപ്പ് ഓഫ് ടെക്നോളജി. ഫസ്റ്റ് വൺ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ആൻഡ് ദ സെക്കൻഡ് വൺ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജിയിൽ ലേബറേഴ്സ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കപ്പെടുക, മെഷീൻസ് കുറവായിരിക്കും. ഓക്കെ, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടു. ലോ പ്രൊഡക്ഷൻ ആയിരിക്കും, ടൈം കൂടുതൽ വേണം. ബട്ട് ഇൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി വി യൂസ് മോർ മെഷീൻസ് ആൻഡ് മോർ മണി, ലെസ് ലേബറേഴ്സ്. അപ്പോൾ കൂടുതൽ ലേബറേഴ്സിനെ ഉപയോഗിക്കുന്നതാണ് ലേബർ ടെക്നോളജി. കുറവ് ലേബറേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മെഷീൻസ് ഉപയോഗിക്കുന്നതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജിക്ക് ഒത്തിരി നല്ല എഫക്റ്റുകളുണ്ട്. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, ടൈം കുറവ് മതി അല്ലേ? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ രാജ്യവും അവിടുത്തെ അവൈലബിലിറ്റി, ലേബറേഴ്സ് ആണോ കൂടുതൽ അവൈലബിൾ, ക്യാപിറ്റൽ ആണോ കൂടുതൽ അവൈലബിൾ, ഇത് നോക്കിയിട്ടാണ് എന്ത് തീരുമാനിക്കുക? ഹൗ ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഇന്ന് നമ്മൾ കാണുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള നമ്മുടെ മൂന്നാമത്തെ ഇക്കണോമിക് പ്രോബ്ലം ഇന്ന് നമുക്ക് പഠിക്കാം. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ബോർഡിലേക്ക് നിങ്ങൾ നോക്കുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? റൈറ്റ് ദ പ്രോഡക്റ്റ് വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദം. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നും ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എന്താണ് റിവാർഡ് കിട്ടുന്നതെന്നും നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഫസ്റ്റ് വൺ ലാൻഡ്, സെക്കൻഡ് വൺ ലേബർ, തേർഡ് വൺ ക്യാപിറ്റൽ ആൻഡ് ഫോർത്ത് വൺ ഓർഗനൈസേഷൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ എക്കണോമിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ തുടങ്ങണമെങ്കിൽ, ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ അവിടെ 4 കാര്യങ്ങൾ മസ്റ്റായിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ ലാൻഡ്, സെക്കൻഡ് വൺ ലേബർ, തേർഡ് വൺ ക്യാപിറ്റൽ, ഫോർത്ത് വൺ ഓർഗനൈസേഷൻ. അപ്പോൾ ലാൻഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? മെഷീൻസും കെട്ടിടവും ഭൂമിയും എല്ലാം അതിനകത്ത് വരും. അല്ലാതെ ലാൻഡ് എന്ന് പറഞ്ഞാൽ മണ്ണെന്നുള്ള അല്ലെങ്കിൽ ലാൻഡ് എന്നുള്ള ഒരർത്ഥത്തിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ലാൻഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ സൈഡായിട്ട് മെഷീൻസും അവിടെ മെഷീൻസ്, നോട്ട് മെഷീൻസ്, ദിസ് ഫർണിച്ചർ, അവിടെ ആ ലാൻഡിൽ പണിയുന്ന ബിൽഡിംഗ് അല്ലേ? ഒരു ബിൽഡിങ്, അതിനകത്തെ ഫർണിച്ചേഴ്സ്, അവിടെയുള്ള എല്ലാ അവിടുത്തെ വോള്, അവിടുത്തെ എന്താണ് കോമ്പൗണ്ട് വോള്, ഗേറ്റ്, ഇങ്ങനെ നമ്മൾ എന്തെല്ലാം ഒരുക്കങ്ങളാണോ നമ്മൾ ഒരു പ്രൊഡക്ഷന് വേണ്ടി ഫസ്റ്റിലെ നമ്മൾ ചെയ്യുന്നത്, അതെല്ലാം ലാൻഡിനകത്ത് ഇൻക്ലൂഡ് ആകും. ഇനിയും ലാൻഡ് ഉണ്ടായിട്ട് കാര്യമില്ല, കെട്ടിടമൊക്കെ വന്നിട്ട് കാര്യമില്ല. അവിടെ ഒരു പ്രൊഡക്ഷൻ ആരംഭിക്കണമെങ്കിൽ ലേബർ വേണം അല്ലേ? തൊഴിലാളികൾ വേണം. അതാണ് സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത് എന്ത് വേണം? ഇതൊക്കെ വാങ്ങാനും ഇതിനെല്ലാം ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ മീൻസ് മണി ആൻഡ് മെഷീൻസ്. അവിടെയാണ് മെഷീൻ വരിക. മണി, മെഷീൻ എല്ലാം ക്യാപിറ്റലിനകത്ത് വരും. ഇനി ഇതെല്ലാം കൂടെയും ഓർഗനൈസ് ചെയ്യാൻ ആര് വേണം? ഒരു ഓർഗനൈസർ വേണം, ഒരു എൻട്രപ്രണർ വേണം, ഓർഗനൈസേഷൻ. ഇനി വാട്ട് ആർ ദ റിവാർഡ്സ് ഫോർ ഈച്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? ഇവർക്കെല്ലാം റിവാർഡ് കിട്ടും. ലാൻഡിന് കിട്ടുന്ന റിവാർഡാണ് റെൻറ്റ്. ലേബറിന് കിട്ടുന്ന റിവാർഡ് എന്താണ്?
വേജ് ഓർ സാലറി. ക്യാപിറ്റൽ എടുക്കുന്നതിന്, പണം മുടക്കുന്നതിന് കിട്ടുന്ന റിവാർഡാണ് ഇൻട്രസ്റ്റ്. ദെൻ ഓർഗനൈസർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഓർഗനൈസർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അദ്ദേഹത്തിന് എന്ത് റിവാർഡ് കിട്ടും? പ്രോഫിറ്റ്. ഈ ഓർഗനൈസർ യഥാർത്ഥത്തിൽ ആര് തന്നെയാണ്? ആ ഫാക്ടറിയുടെ ഓണർ തന്നെയാണ്. അയാൾ ലാൻഡ് കണ്ടെത്തി, ലേബറിനെ കണ്ടെത്തി, ക്യാപിറ്റൽ കണ്ടെത്തി, ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടും അല്ലേ? ചങ്കൂറ്റമുള്ളവർക്ക് ചെയ്യാവുന്ന പ്രവൃത്തിയാണ് ഈ ഓർഗനൈസേഷൻ. അപ്പോൾ അതിന് കുറച്ച് ഗഡ്സ് വേണം, നമ്മൾ പറയും ചങ്കൂറ്റം വേണം. അങ്ങനെ ലാൻഡ് കണ്ടെത്തി, ലേബറിനെ കണ്ടെത്തി, ക്യാപിറ്റലൊക്കെ സംഘടിപ്പിച്ച് അയാളൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് എന്തിലേക്ക് പോകാൻ? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പം നമുക്ക് നോക്കാം. റൈറ്റ് എ ഷോർട്ട് എക്സ്പ്ലനേഷൻ ഓഫ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. പ്രൊഡക്ഷൻ ഷുഡ് ബി ഡൺ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. The question for whom to produce means how goods and services produced are distributed among people. അപ്പോൾ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? ഡയറക്റ്റ് കണക്ഷൻ എന്തിലേക്കാണ്? ഡിസ്ട്രിബ്യൂഷനിലേക്ക് കണക്റ്റഡ് ആണ്. ആ ക്വസ്റ്റ്യൻ ആർക്കാണ്? നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചു, അതിന് നമ്മൾ എന്ത് ടെക്നോളജി ഉപയോഗിച്ചു? ഒന്നുകിൽ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ഉപയോഗിച്ചു, അല്ലെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ഉപയോഗിച്ചു. ഏതെങ്കിലും ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? എന്താണ്? ദ ക്വസ്റ്റ്യൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് മീൻസ് ഹൗ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് among the people. The value of the goods produced has to be distributed on the basis of the factors of production according to their share. അപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളുടെ വാല്യൂ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? അവരുടെ ഷെയർ അനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ലാൻഡിന് എത്ര ഷെയർ എടുത്തു, ആ ഷെയർ അനുസരിച്ച് അയാൾക്ക് കൊടുക്കുക. ലേബർ എത്ര ഷെയർ എടുത്തു, അയാൾ എന്ത് വർക്ക് ചെയ്തു, അതനുസരിച്ച് അവർക്ക് ഷെയർ കൊടുക്കുക. ക്യാപിറ്റൽ എന്തുമാത്രം ഉണ്ടാക്കി, അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്രമാത്രം എമൗണ്ട് എടുത്തു, ആ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ഷെയർ ആർക്ക് കൊടുക്കണം? ക്യാപിറ്റലിന് കൊടുക്കണം. ഓർഗനൈസർ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കി അയാളുടെ ഷെയറിനനുസരിച്ചുള്ള ഒരു ഷെയർ അയാൾക്കും കൊടുക്കണം. അപ്പോൾ അവർക്കൊക്കെ എത്ര ഷെയർ കൊടുക്കണം, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതുകൊണ്ടാണ് ടീച്ചർ ആദ്യം തന്നെ എന്ത് കാണിച്ചു തന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കാണിച്ചു തന്നത്. അപ്പോൾ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് മീൻസ് the value of goods produced has to be distributed on the basis of the factors of production according to their share. ഓക്കെ, ലാൻഡിന് എത്ര ഷെയർ എടുത്തു? അവരൊരു 30% ഷെയർ എടുത്താണ് ഈ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയതെങ്കിൽ ആ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വിറ്റ് കിട്ടുന്ന കാശില്ലേ, നമ്മുടെ ആ വാല്യൂ ഇല്ലേ, ആ പൈസ 30% ആർക്ക് കൊടുക്കണം? ഈ ലാൻഡിന് കൊടുക്കണം. ക്യാപിറ്റൽ ഒരു 60% ആയിരുന്നു ക്യാപിറ്റൽ ഷെയർ ഇട്ടതെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിൽ നിന്നും നമ്മൾ എത്ര പെർസെൻറ്റേജ് ക്യാപിറ്റലിന് കൊടുക്കണം? 60% കൊടുക്കണം. അതല്ലേ അതിൻ്റെ ഒരു നീതി. ഓരോരുത്തരുടെയും ഷെയർ അനുസരിച്ച്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഷെയർ അനുസരിച്ച് വേണം വാല്യൂ ഓഫ് ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ആ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? പ്രോഡക്റ്റ് വാല്യൂ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് റെൻറ്റ് ടു ലാൻഡ്. അപ്പോൾ ഏത് രീതിയിലാണത് കൊടുക്കേണ്ടത്? ലാൻഡിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ ലാൻഡ് കുറച്ച് രൂപ നമുക്കിങ്ങനെ പ്രോഡക്റ്റ് വിറ്റ് കിട്ടിയിട്ടുണ്ട്, ഇതാ പിടിച്ചോ എന്നും പറഞ്ഞല്ല കൊടുക്കുന്നത്. അതിനൊക്കെ നമ്മൾ എന്തുണ്ട്? അതിനൊക്കെ വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ലാൻഡിന് കൊടുക്കേണ്ടത് റെൻ്റായിട്ട് കൊടുക്കണം, ലേബറിന് കൊടുക്കേണ്ടത് വേജായിട്ട് കൊടുക്കണം, ക്യാപിറ്റലിന് കൊടുക്കേണ്ടത് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം, ആൻഡ് ഓർഗനൈസർക്ക് കൊടുക്കേണ്ടത് പ്രോഫിറ്റായിട്ടും കൊടുക്കണം. പ്രോഡക്റ്റ് വാല്യൂ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് റെൻറ്റ് ടു ലാൻഡ്, വേജ് ടു ലേബർ, ഇൻട്രസ്റ്റ് ടു ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ടു ഓർഗനൈസേഷൻ. അപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ റിവാർഡും അറിയാമെങ്കിൽ നമുക്ക് ഏതെഴുതാൻ എളുപ്പമാണ്? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ എന്താണ് നമ്മൾ തീരുമാനിക്കുന്നത്? ദ വാല്യൂ ഓഫ് ദ ഗുഡ്സ് the value of the goods must be distributed among the factors of production according to their share. അവരുടെ ഷെയർ അനുസരിച്ച് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണം?
റെൻറ്റ് ടു ലാൻഡ്, വേജ് ടു ലേബർ, ഇൻട്രസ്റ്റ് ടു ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ടു ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നമ്മളിനിയും ഒരു നെക്സ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ കേടുകയാണ്. അപ്പം ആ 3 പ്രോബ്ലം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസിനകത്ത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയാണ് ഓർക്കേണ്ടത്, അതിൻ്റെ റിവാർഡുമാണ് ഓർക്കേണ്ടത്, അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ആ കോൺട്രിബ്യൂഷൻ അനുസരിച്ച്, അവരുടെ ഷെയർ അനുസരിച്ച് നമ്മൾ അവർക്ക് റിവാർഡ് കൊടുക്കണം. ഓക്കെ, അതോടെ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു ഈ ചാപ്റ്ററിൻ്റെ 2ാം ഭാഗത്തേക്ക്, സെക്കൻഡ് പോർഷനിലേക്ക് നമ്മൾ കയറുകയാണ്. അതിൻ്റെ പേരാണ് ഇക്കോണമി. വാട്ട് ഈസ് ഇക്കോണമി? ഇക്കോണമി എന്താണെന്ന് പഠിക്കണം. ഏതാണ് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട 3 ഇക്കോണമികളെ പറ്റിയും നമുക്ക് പഠിക്കണം. വാട്ട് ഈസ് ഇക്കോണമി? ആൻഡ് ഇക്കോണമി ഈസ് ദ വേ എ കൺട്രി ഓർഗനൈസ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു കൺട്രിക്ക്, ഒരു രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ടീച്ചർ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞു 3 ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത് എല്ലാ ഗവൺമെൻറ്റും. എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ഈ 3 കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ രാജ്യം ഡെവലപ്പാവും. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. അപ്പോൾ ആൻ ഇക്കോണമി ഈസ് ദ വേ എ കൺട്രി ഓർഗനൈസ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എല്ലാ രാജ്യങ്ങളും അതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എല്ലാ രാജ്യവും ചെയ്യും. ആ ചെയ്യുന്നതിൽ എന്തുണ്ടാകും? ഏറ്റക്കുറച്ചിലുണ്ടാകും. ചില രാജ്യങ്ങൾ വളരെ ഭംഗിയായിട്ടത് ചെയ്യുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ ഈ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും ഒക്കെ വളരെ മോശമായിട്ടായിരിക്കും ചെയ്യുന്നത്. അവിടുത്തെ ആളുകൾക്ക് അത്രയും ശേഷിയെ കാണത്തുള്ളൂ. അപ്പോൾ അവർ വളരെ മോശമായിട്ടായിരിക്കും ചെയ്യുന്നത്. അതനുസരിച്ച് നമുക്ക് എന്ത് കാണാം? ഓരോ രാജ്യത്തിൻ്റെയും ഡെവലപ്മെൻറ്റിലും വ്യത്യാസം കാണാം. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത് എന്നതിനെ നോക്കിയിട്ടാണ് ആ രാജ്യത്തിൻ്റെ ഇക്കോണമി നമ്മൾ തീരുമാനിക്കുന്നത്. ആൻ ഇക്കോണമി ഈസ് ദ വേ, എ വേ, ഏതു വഴിക്കാണ് ഓരോ രാജ്യവും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും നടത്തുന്നത് എന്നതാണ് ആ രാജ്യത്തിൻ്റെ ഇക്കോണമി. ഓക്കെ, ആൻ ഇക്കോണമി ഈസ് ദ വേ എ കൺട്രി ഓർഗനൈസ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദ ഫങ്ഷൻ ഓഫ് എവറി ഇക്കോണമി ഈസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ് ത്രൂ ദ യൂസ് ഓഫ് ദ അവൈലബിൾ റിസോഴ്സസ്. അപ്പോൾ ഓരോ ഇക്കോണമിയുടെയും ഫങ്ഷൻ എന്താണ്? ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്, അല്ലേ? എല്ലാ ഇക്കോണമിയും ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്. ഹ്യൂമൻസ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. അതിനുവേണ്ടി എല്ലാ ഇക്കോണമിയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലെന്ത് കാര്യം കാണും? ഓരോരുത്തരുടെയും വേ വ്യത്യസ്തമായിരിക്കും. അമേരിക്കയുടെ വേ ആയിരിക്കത്തില്ല ഇന്ത്യയുടെ വേ, ഇന്ത്യയുടെ വേ ആയിരിക്കത്തില്ല പാകിസ്ഥാൻ്റെ വേ, ആ വേ ആയിരിക്കത്തില്ല ബ്രിട്ടീഷുകാരുടെ വേ. ഓരോ രാജ്യവും കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നത് വ്യത്യസ്ത വേയിലായിരിക്കും, വ്യത്യസ്ത തരത്തിലായിരിക്കും. ഈ ഓരോ തരത്തെയുമാണ് നമ്മൾ എന്ത് പറയുക? ആ വേ, ദ ഇക്കണോമിക് വേ, ഹൗ ഈച്ച് കൺട്രി, വേരിയസ് കൺട്രീസ് ഓർഗനൈസ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഈസ് കോൾഡ് ഇക്കോണമി. ഓക്കെ, അപ്പം നമുക്ക് 3 ഇക്കോണമിയാണ് ഈ ലോകത്തുള്ളത്. ആ 3 ഇക്കോണമിയുടെയും പേരൊന്ന് പഠിക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്കോണമി? ഈ പല വേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഓരോ രാജ്യവും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും നടത്തുന്നത് വ്യത്യസ്ത വേയിലാണ്. ആ വേയിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് പല രാജ്യങ്ങൾക്ക് പല ഇക്കോണമിയാണ്. എന്താണ് ഒരു ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്? എല്ലാ ഇക്കോണമികൾക്കും, അത് അമേരിക്കയുടെ ഇക്കോണമി ആണെങ്കിലും ഇന്ത്യയുടെ ഇക്കോണമി ആണെങ്കിലും ശ്രീലങ്കയുടെ ഇക്കോണമി ആണെങ്കിലും പാകിസ്ഥാൻ്റെ ഇക്കോണമി ആണെങ്കിലും ഈ ഇക്കോണമികൾക്കെല്ലാം പ്രത്യേക ഫീച്ചേഴ്സുണ്ട്. ഒരു പ്രത്യേക ഫീച്ചറുണ്ട്, ഒരു ജനറൽ ഫീച്ചറുണ്ട്. അതാണ് നമ്മൾ ഈ പഠിക്കുന്നത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്കോണമി? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇക്കോണമി? ഇക്കോണമി ഈസ് മാൻ മെയ്ഡ്. ഓക്കെ, ഓരോ രാജ്യത്തിൻ്റെ ഇക്കോണമി ആ രാജ്യത്തെ മനുഷ്യരാണ് ഉണ്ടാക്കുന്നത്. അമേരിക്കയുടെ ഇക്കോണമി അമേരിക്കയിലെ ആളുകൾ, ഇന്ത്യയുടെ ഇക്കോണമി നമ്മൾ
പാകിസ്ഥാൻ്റെ ഇക്കോണമി പാകിസ്ഥാൻകാരെ. അപ്പോൾ ഇക്കോണമി ഈസ് മാൻ മെയ്ഡ്, മനുഷ്യനിർമ്മിതമാണ്. ഇക്കോണമി ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്. നമ്മുടെ ഇക്കോണമി മാൻമെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാം, അല്ലേ? ഇന്ത്യയുടെ ഇക്കോണമി 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് നമ്മുടെ ഇക്കോണമി എങ്ങനെയായിരുന്നോ അതല്ല ഇപ്പം നമ്മളത് ചേഞ്ച് ചെയ്തു. കാലം മാറുമ്പം നമ്മൾ ഇക്കോണമിയും ചേഞ്ച് ചെയ്യും. പഴയതൊക്കെ പഴഞ്ചനാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1990 ഇന്ത്യൻ ഇക്കോണമിയിൽ വലിയ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ 47 നമ്മളുണ്ടാക്കിയ ഇക്കോണമി അല്ല ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഇക്കോണമി. സോ ഇക്കോണമി ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്. ഇനിയും നമുക്ക് മാറ്റം വരുത്തത്തില്ലേ? ഇപ്പോഴത്തെ ഇക്കോണമിക്ക് നമ്മുടെ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്കോണമിയെ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം. സോ ഇക്കോണമി ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച് ചെയ്യാം. അല്ലാതെ അത് മാറ്റാൻ പാടില്ലാത്ത, ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഇക്കോണമിയെ നമുക്ക് എപ്പം വേണമെങ്കിലും, അത് മാൻമെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ ഇക്കോണമി കീപ് ചേഞ്ചിങ്. ഇക്കോണമി ചേഞ്ച് ആവുമ്പോൾ അവിടെയുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസും ചേഞ്ച് ആവും. എന്തൊക്കെയാണ് ആ 3 ആക്ടിവിറ്റി? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. അപ്പോൾ പ്രൊഡക്ഷനിൽ മാറ്റം വരും. പഴയ കാലത്ത് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നവരെ, അല്ലെങ്കിൽ ലേബറേഴ്സിനെ ഉപയോഗിച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നവരെ, അത് മാറ്റാം. അവർക്ക് ഏതിലേക്ക് വരാം? ക്യാപിറ്റൽ ഇൻറ്റൻസീവിലേക്ക് വരാം. ഓക്കെ, മെഷീൻസ് കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസും എന്ത് സംഭവിക്കുന്നു? ഒരു ഇക്കോണമിയിൽ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ആർ ദ മെയിൻ ആക്ടിവിറ്റീസ് ഇൻ ദ ഇക്കോണമി. അത് മറന്നുപോയല്ലേ? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഇത് 3ഉമാണ് ഒരു ഇക്കോണമിയിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ? അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. 1, ഇക്കോണമി ഈസ് മാൻമെയ്ഡ്. ഇക്കോണമി ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓൾസോ സബ്ജക്റ്റ് ടു ചേഞ്ച്. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ആർ ദ മെയിൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പം നമുക്ക് ഇക്കോണമിയുടെ പേര് കാണാൻ നിങ്ങൾക്ക് ആകാംക്ഷ വരുന്നില്ലേ? അമേരിക്കയുടെ ഇക്കോണമിയുടെ പേരല്ല ഇന്ത്യയുടെ ഇക്കോണമിയുടെ പേര്. ഇന്ത്യയുടെ ഇക്കോണമിയുടെ പേരല്ല റഷ്യയുടെ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നെയ്ബറിങ് കൺട്രിയാണ് റഷ്യ. അപ്പം റഷ്യയുടെ ഇക്കോണമി നമ്മുടെ ഇക്കോണമിയുടെ പേരല്ല. അപ്പോൾ എന്തൊക്കെയാണ് ലോകത്തുള്ള ആ 3 ഇക്കോണമി എന്ന് നമുക്കൊന്ന് പഠിക്കാം. ഒന്നാമത്തേത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് ഇക്കോണമി, മൂന്നാമത്തേത് മിക്സ്ഡ് ഇക്കോണമി. ഓക്കെ, 3 തരത്തിലുള്ള ഇക്കോണമികളാണ് ഇന്ന് ലോകത്ത്, നമ്മുടെ ഈ വേൾഡിലെ എല്ലാ രാജ്യങ്ങളും എടുത്താൽ ഈ 3 ഇക്കോണമിയാണ് ഉള്ളത്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സ്ഡ് ഇക്കോണമി. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിക്ക് എക്സാമ്പിൾ പറയണമെങ്കിൽ അമേരിക്ക, UK, അതൊക്കെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും തന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ്. UK, ജർമ്മനി, ഇറ്റലി എല്ലാം നിങ്ങൾക്ക് പറയാം. അമേരിക്കയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ബെസ്റ്റ് എക്സാമ്പിൾ. ദെൻ സോഷ്യലിസ്റ്റ് ഇക്കോണമി. സോഷ്യലിസ്റ്റ് ഇക്കോണമിയുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ റഷ്യ, ചൈന, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ സോഷ്യലിസ്റ്റ് ഇക്കോണമി. ദെൻ മിക്സ്ഡ് ഇക്കോണമി. മിക്സ്ഡ് ഇക്കോണമിയുടെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ത്യ അഡോപ്റ്റ് മിക്സ്ഡ് ഇക്കോണമി. ഒരിക്കലും മറന്നു പോകല്ലേ, നമ്മുടെ ഇക്കോണമിയുടെ പേരാണ് മിക്സ്ഡ് ഇക്കോണമി. ദെൻ നമുക്ക് ഓരോ ഇക്കോണമിയുടെയും പ്രത്യേകതകളെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കാം. ഇപ്പോൾ അമേരിക്ക എഴുതിയിരിക്കുന്ന ഇക്കോണമിയാണല്ലോ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. വാട്ട് ആർ ദ ഡിഫൈൻ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി? എന്താണ് ഈ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി? വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? നമുക്കൊരു കാലത്ത് ആ ഒരു ഇക്കോണമി ഒന്ന് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എന്താണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി? ബെസ്റ്റ് എക്സാമ്പിൾ അമേരിക്കൻ ഇക്കോണമി. ഇറ്റ് ഈസ് എൻ ഇക്കോണമി ഇൻ വിച്ച് ഓണർഷിപ്പ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഇൻഡിവിജ്വൽസ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റിസോഴ്സസ് വേണം. എന്താണ് ഈ റിസോഴ്സ്? ഒരു പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ വേണ്ട അസംസ്കൃത വസ്തുക്കൾ, അല്ലേ? റിസോഴ്സസ്. ഈ റിസോഴ്സസ് ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ആരായിരിക്കും അതിൻ്റെ ഓണർഷിപ്പ്? ഇൻഡിവിജ്വൽസ് ആയിരിക്കും, ഇൻഡിവിജ്വൽസ്. സോ ആൻ ഇക്കോണമി ഇൻ വിച്ച് ദ ഓണർഷിപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഇൻഡിവിജ്വൽസ്, ദാറ്റ് ടൈപ്പ് ഓഫ് ഇക്കോണമി ഈസ് കോൾഡ് എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ എന്താണെന്നോ? അവിടെയുള്ള എല്ലാ വസ്തുവകകളും, എല്ലാ
വെൽത്തും ആരുടെ കൈവശമായിരിക്കും? വ്യക്തികളുടെ കൈവശമായിരിക്കും. അപ്പോൾ വ്യക്തികൾക്ക്, ഇൻഡിവിജ്വൽസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇക്കോണമിയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, പിന്നെ അവിടുത്തെ ഗവൺമെൻറ് എന്തിനിരിക്കുക, അവർക്കൊന്നുമില്ലേ? ഓക്കെ, ഗവൺമെൻറ് അവിടെ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ പണി എന്താണെന്നോ, ഇതിനെയൊക്കെ ഒന്ന് വീക്ഷിക്കുക, ഒന്ന് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ അവിടുത്തെ ലോ ആൻഡ് ഓർഡറൊക്കെ ഒന്ന് നോക്കുക, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവരുമായിട്ടുള്ള റിലേഷനൊക്കെ നോക്കുക. അത്രയൊക്കെ ഗവൺമെൻറ് ചെയ്താൽ മതി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഗവൺമെൻറ്റിന് വലിയ പണിയൊന്നുമില്ല. ഗവൺമെൻറ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഈ 3 കാര്യങ്ങളും ആര് നോക്കിക്കോളും? ഇൻഡിവിജ്വൽസ് നോക്കിക്കോളും. കാരണം എന്താണ്? ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഈ പറയുന്ന എല്ലാ ഓണർഷിപ്പും അവരുടെ കയ്യിലായിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പണി എന്ന് പറയുന്നത് രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ, ഓക്കെ, പിന്നെ ഒരു ജനറൽ ഒരു സൂപ്പർവിഷൻ. അടുത്ത അവരുടെ പണി എന്ന് പറയുന്നത് ഫോറിൻ രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ്, ഇതൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരും. അവിടെ എന്തെങ്കിലും മറ്റ് അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതെ ഈ പറയുന്ന ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലിരിക്കുന്ന വെൽത്ത് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാതെ എല്ലാ കാര്യങ്ങളും പോലീസിനെയും പട്ടാളത്തെയും ഒക്കെ വെച്ച് എല്ലാം അവർ വളരെ ക്വയറ്റാക്കും, അല്ലെ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ വന്ന് നമ്മളുമായിട്ടുള്ള ഡീലിങ്സ്, അല്ലെ, ഇതെല്ലാം റെഡിയാക്കും. അതാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അവിടെ ഗവൺമെൻറ്റിന് മിനിമം കാര്യങ്ങൾ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ആര് ചെയ്തോളും? ഇൻഡിവിജ്വൽസ്. വൈ? ഇറ്റ് ഈസ് ആൻ ഇക്കോണമി ഇൻ വിച്ച് ഓണർഷിപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഇൻഡിവിജ്വൽസ്. വാട്ട് ആർ ദ അതർ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി? ഓൾ പേഴ്സൺ ഹാവ് ദ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി വെക്കാൻ എല്ലാ ആളുകൾക്കും റൈറ്റ് ഉണ്ട്, അല്ലേ? ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി അവിടെ ഉണ്ടായിരിക്കും. അത് ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കും. മാക്സിമം പ്രോഫിറ്റാണ് അവരുടെ ലക്ഷ്യം. ഇൻഡിവിജ്വൽസ് ഏത് കാര്യം ചെയ്താലും അവരെന്താണ് ആദ്യം ചിന്തിക്കുന്നത്? എനിക്ക് ഇതിൽ നിന്ന് എന്ത് ലാഭം കിട്ടും. സോ പ്രോഫിറ്റ് മോട്ടീവാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ രണ്ടാമത്തെ ഫീച്ചർ. മാക്സിമം പ്രോഫിറ്റ്. കുറച്ച് പ്രോഫിറ്റ് ഒന്നും പോരാ, മാക്സിമം പ്രോഫിറ്റ്. എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാവോ അത്രയും. ഇനി മൂന്നാമത്തെ അവിടുത്തെ പ്രത്യേകത എന്താണ്? ടീച്ചർ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് വെരി ലിമിറ്റഡ്. ഓക്കെ, ഇൻഡിവിജ്വൽസിനെ അങ്ങ് വിട്ടിരിക്കുക. അവർക്ക് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എല്ലാം അവർക്ക് തീരുമാനിക്കാം. സോ ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ദാറ്റ് ഈസ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഇൻഡിവിജ്വൽസ് ക്യാൻ സ്റ്റോർ റിസോഴ്സസ് ആൻഡ് യൂസ് ഇറ്റ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് ദേ വാണ്ട്. ഇൻഡിവിജ്വൽസിനെ അവരുടെ ഇഷ്ടമനുസരിച്ച് റിസോഴ്സസ് ശേഖരിക്കാം. എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഫാക്ടറിക്ക് വേണ്ട റിസോഴ്സസ് എല്ലാം അവർക്ക് എന്ത് ചെയ്യാം? അവർക്കത് കളക്ട് ചെയ്യാം, സ്റ്റോർ ചെയ്യാം, അവരുടെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാം. ഗവൺമെൻറ് അതിലൊന്നും ഇൻ്റർഫിയർ ചെയ്യത്തില്ല. ഗവൺമെൻറ് അതിലൊന്നും ഇടപെടത്തില്ല. ഏതൊരു വ്യക്തിക്കും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പോയി കളക്ട് ചെയ്യാം, റിസോഴ്സസ് കളക്ട് ചെയ്യാം. ഇൻഡിവിജ്വൽസ് ആർ ഫ്രീ. They are free. They can collect resources. They can store resources. No government intervention. Consumer has complete freedom in the market. ഇനി നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സ്, നമ്മളെപ്പോലെ സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന ആളുകളാണല്ലോ കൺസ്യൂമേഴ്സ്. നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സ് ദേ ആർ കംപ്ലീറ്റ്ലി ഫ്രീ ഇൻ മാർക്കറ്റ്. നമുക്ക് പോയി നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. എല്ലാം മാർക്കറ്റിലുണ്ട്. ഓക്കെ, ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ധാരാളം പ്രൊഡ്യൂസേഴ്സാണ്. ഈ പ്രൊഡ്യൂസേഴ്സ് മുഴുവൻ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും. അത് മുഴുവൻ എവിടെ കൊണ്ടുവരും? അത് മുഴുവൻ മാർക്കറ്റിൽ കൊണ്ടുവരും. അപ്പോൾ വാങ്ങാൻ ചെല്ലുന്ന കൺസ്യൂമേഴ്സ് ദേ ആർ ഫ്രീ. ദേ ആർ കംപ്ലീറ്റ്ലി ഫ്രീ. ദേ ക്യാൻ ചൂസ് എനിത്തിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതാണ് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഒരു കാര്യത്തിലുമില്ല. നമുക്ക് മാർക്കറ്റിൽ ചെല്ലാം, ഇഷ്ടമുള്ളത് വാങ്ങാം. അത് നമ്മുടെ ചോയ്സാണ്. കോമ്പറ്റീഷൻ എമംഗ് ഇൻഡസ്ട്രികൾ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. കാരണം എന്താ? എല്ലാവർക്കും അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിയണം. സോ ദർ ഈസ് കംപ്ലീറ്റ് കോമ്പറ്റീഷൻ ഇൻ ദ ഇൻഡസ്ട്രീസ്. ദീസ് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് ആർ കംപ്ലീറ്റ്ലി ഫ്രീ. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് വെരി ലിമിറ്റഡ്. പ്രോഫിറ്റ് ഈസ് ദ മെയിൻ മോട്ടീവ്. അവിടെ ഈ പറയുന്ന എന്താ പറയുന്നത്, നീതി, ന്യായം, അയ്യോ പാവപ്പെട്ടവരെ സഹായിക്കുക, ഇല്ലാത്തവർക്ക് കൊടുക്കുക, ഇതൊന്നും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലില്ല. അവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ്, അല്ലേ? നമ്മൾ മലയാളത്തിലൊരു വാക്ക് പറയും, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയും. അവിടെ കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ.
അവർക്ക് എത്ര പ്രോഫിറ്റ് വേണമെങ്കിലും നേടാം. അതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഇനി നമുക്ക് സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലേക്ക് പോകാം. സോഷ്യലിസ്റ്റ് ഇക്കോണമി ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. സോഷ്യലിസ്റ്റ് ഇക്കോണമി ഈസ് വൺ ഇൻ വിച്ച് ഗവൺമെൻറ് ഓൺസ് ആൻഡ് കൺട്രോൾസ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ടീച്ചർ എന്തൊക്കെ പഠിപ്പിച്ചോ അതിൻ്റെ ഓപ്പോസിറ്റ് പറയുക സോഷ്യലിസ്റ്റ് ഇക്കോണമി. എന്താണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി? ഇൻ സോഷ്യലിസ്റ്റ് ഇക്കോണമി all the factors of production are owned by government. Okay, all the things are owned by government. അവിടെ ഒരു പ്യുവർ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ ഇൻഡിവിജ്വൽസിന് ഒരു വെൽത്തും ഇല്ല, ഇൻഡിവിജ്വൽസിന് ഒന്നുമില്ല. ആ രാജ്യത്തിൻ്റെ എല്ലാ സമ്പത്തും, ആ രാജ്യത്തിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഡിപ്പണ്ണർ എല്ലാം ആരുടെ കയ്യിലാണ്? ഗവൺമെൻറ് ഓൺസ് ആൻഡ് കൺട്രോൾ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? എ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കമ്മിറ്റി, നോട്ട് ഇൻഡിവിജ്വൽസ്. ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്, അവരാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഡിസിഷൻ എടുക്കുക. ഈ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കമ്മിറ്റിയിൽ ആരായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആൾ? ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കും പ്രധാനപ്പെട്ട ആൾ. പ്രധാനമന്ത്രിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കുറേ ആളുകളും ഒരു അപ്പർ ബോഡിയുണ്ട്, അവരാണ് ആ രാജ്യത്തിന് വേണ്ട എല്ലാ ഡിസിഷൻസും എടുക്കുക. അല്ലാതെ അവിടെ ഇൻഡിവിജ്വൽസിനെ നോ പൊസിഷൻ, നോ റൈറ്റ്സ്, നോ നത്തിങ്. ദാറ്റ് ഈസ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. സർവ്വതും ഗവൺമെൻറ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് പഠിക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസ്റ്റ് ഇക്കോണമി? ഓണർഷിപ്പ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെസ്റ്റഡ് ഇൻ ഗവൺമെൻറ്. അവിടെ നമ്മൾ എന്ത് എഴുതി? ഇൻഡിവിജ്വൽസ് എന്ന് എഴുതി. ഇവിടെ എന്ത് എഴുതണം? ഗവൺമെൻറ് എന്ന് എഴുതണം. ഇനിയും അവിടെ നമ്മൾ എഴുതി ഇൻഡിവിജ്വൽസിൻ്റെ വെൽഫെയർ ആണ് അവിടെ പ്രധാനം. ഇവിടെയോ സോഷ്യൽ വെൽഫെയർ ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്, നോട്ട് പ്രോഫിറ്റ്. സോഷ്യൽ വെൽഫെയർ. ഗവൺമെൻറ് എല്ലാം പ്രവർത്തിക്കുന്നത്, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും എല്ലാം ചെയ്യുന്നത് ജനങ്ങൾക്ക് വെൽഫെയർ ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്താണ് വെൽഫെയർ എന്നുള്ള വാക്കിൻ്റെ മലയാളം വാക്ക്? അവർക്ക് ക്ഷേമം ഉണ്ടാകണം, ജനങ്ങൾക്ക് വേണ്ടി. സോഷ്യൽ വെൽഫെയർ ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. ഗവൺമെൻറ് കൺട്രോൾ ഓവർ ദ മാർക്കറ്റിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളാണ്. ഗവൺമെൻറ് പ്രൈസ് തീരുമാനിക്കും, എന്തൊക്കെ പ്രോഡക്റ്റ് വേണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും. ആ ഓരോ പ്രോഡക്റ്റിനും എന്ത് പ്രൈസ് ഇടണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും. നോ ഇൻഡിവിജ്വൽ ഇൻ്റർവെൻഷൻ ഇൻ എനിത്തിങ്. എല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്, മാർക്കറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. ഇത് സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ് എല്ലാം തീരുമാനിക്കുക. സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റി യൂട്ടിലൈസസ് റിസോഴ്സസ് കീപ്പിംഗ് ഇൻ വ്യൂ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് നാഷണൽ ഒബ്ജക്റ്റീവ്. നാഷണൽ ഒബ്ജക്റ്റീവ് വെച്ച് പ്ലാനിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്ന ഒബ്ജക്ട്സ് ആയിരിക്കും, ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരിക്കും, യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുക. ബെസ്റ്റ് എക്സാമ്പിൾ റഷ്യയൊക്കെ ആണെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, റഷ്യയൊക്കെ പ്യുവർ സോഷ്യലിസ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്. ഇപ്പോൾ അവരുമൊക്കെ പതുക്കെ ചേഞ്ച് ആകാൻ തുടങ്ങി. പഴയ കാലത്ത് റഷ്യയൊക്കെ കറക്റ്റ് സോഷ്യലിസ്റ്റ് ഇക്കോണമി ആയിരുന്നു. ഓക്കെ, ഇനിയും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്താണ്? റെഡ്യൂസിങ് ഇൻഇക്വാളിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത്. രാജ്യത്തുള്ള ഇൻകത്തിലും വെൽത്തിലുമുള്ള ആ ഇൻഇക്വാളിറ്റിയില്ലേ, കുറച്ച് ആളുകൾക്ക് ഒത്തിരി ഇൻകം ഉണ്ട്, കുറച്ച് ആളുകൾക്ക് കുറച്ച് ഇൻകമേ ഉള്ളൂ, കുറച്ച് പേര് ഭയങ്കര വെൽത്തിയാണ്, കുറച്ച് പേര് പാവപ്പെട്ടവരാണ്. ഈ ഒരു ഇൻഇക്വാളിറ്റി അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അവരുടെ ലക്ഷ്യം അതാണ്, ടു റെഡ്യൂസ് ദ ഇൻഇക്വാളിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ: ഗവൺമെൻറ് ഓണർഷിപ്പ്, സോഷ്യൽ വെൽഫെയർ, കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്, സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റി. ഓക്കെ, ഇനി നമ്മുടെ ഇക്കോണമിയുടെ പേരാണ് മിക്സ്ഡ് ഇക്കോണമി. അതിനെപ്പറ്റി ഒന്ന് പഠിക്കണ്ടേ? ഇന്ത്യൻ ഇക്കോണമിയാണ് മിക്സ്ഡ് ഇക്കോണമി. വാട്ട് ഈസ് മിക്സ്ഡ് ഇക്കോണമി? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിക്സ്ഡ് ഇക്കോണമി? എ മിക്സ്ഡ് ഇക്കോണമി പറയുന്നത് പോലെ തന്നെ മിക്സ്ഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ കുട്ടികളെ? രണ്ടും കൂടി മിക്സ് ചെയ്യുക. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയും സോഷ്യലിസ്റ്റ് ഇക്കോണമിയും കൂടെ മിക്സ് ചെയ്ത ഇക്കോണമിയാണ് ഈ മിക്സ്ഡ് ഇക്കോണമി, അല്ലേ? അപ്പം നമുക്കതിൻ്റെ ഒരു മാത്തമാറ്റിക്സിൽ എഴുതുന്ന പോലെ ഒരു ഡെഫിനിഷൻ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി പ്ലസ് സോഷ്യലിസ്റ്റ് ഇക്കോണമി ഗീവ്സ് മിക്സ്ഡ് ഇക്കോണമി, ഈക്വൽ മിക്സ്ഡ് ഇക്കോണമി. മിക്സ്ഡ് ഇക്കോണമി ഈസ് വൺ ദാറ്റ് കമ്പൈൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. കമ്പൈൻസ് സം ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആൻഡ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെയും സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെയും നല്ല ഗുണങ്ങളെയെല്ലാം ആഡ് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്ന ഇക്കോണമിയാണ് മിക്സ്ഡ് ഇക്കോണമി. ഇറ്റ് ഈസ് ദ കമ്പൈൻസ് ഓഫ് സം ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആൻഡ് സം ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. എന്തുകൊണ്ടായിരിക്കും സം ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്? ഓൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിക്ക് ഡ്രോബാക്സ് ഉണ്ട്.